ഹലോ, ഒരുപാട് നാളായി ഇപ്പോൾ വീഡിയോസ് ഇട്ടിട്ട് ഇടണമെന്ന് ഇങ്ങനെ വിചാരിക്കും. പക്ഷേ പിന്നെ വിചാരിക്കുമ്പോൾ 357 സബ്സ്ക്രൈബേഴ്സായി. ഒരുപാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇനിയും വീണ്ടും ചാനലിൽ വീഡിയോസൊക്കെ കാണണം. ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വീഡിയോസ് ഇടാൻ തോന്നുന്നില്ല ഒന്നാമത്. കാരണം 356 സബ്സ്ക്രൈബേഴ്സ് 57 ഉണ്ടായിരുന്നതാണ്. പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ 56, പിന്നെ 54. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്. പക്ഷേ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ നമ്മളിങ്ങനെ ഒരു 100-300 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ 500 ആവാൻ വേണ്ടി ഇങ്ങനെ എണ്ണി ഇരിക്കും. ആ സമയത്ത് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും അൺസബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നവരുണ്ട്. അങ്ങനത്തെ ഉള്ളവരോട് പറയുകയാണ്, നിങ്ങൾ ദയവ് ചെയ്ത്, ഞങ്ങളൊക്കെ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. ഞങ്ങൾ വളർന്നു വരുന്ന യൂട്യൂബേഴ്സ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഓരോ സബ്സ്ക്രൈബറും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ചാനലിൽ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാനാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യല്ലേ ചെയ്യല്ലേ. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ വീഡിയോ വന്നിട്ട്, ഇത് നിങ്ങൾക്ക് അറിയുണ്ടാവും, ചപ്പലക്കോഴിയാണ്. ചപ്പലക്കോഴി എന്നാണ് ഞങ്ങൾ പറയുക. ഓരോ നാട്ടിൽ ഓരോന്നായിരിക്കും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുകയെന്ന് അറിയില്ല. ഞങ്ങൾ പാലക്കാട്ടുകാർ ചപ്പലക്കോഴി എന്നാണ് പറയുക. അപ്പോൾ ഇത് എന്നും ഇവിടെ ഫുഡ് കഴിക്കാനൊക്കെ വരുന്നതാണ്, അവിടെ തൊടിയിലൊക്കെ. അപ്പോൾ അത് തീരെ വയ്യാന്ന് കണ്ട പിന്നാലെ ഓടിപ്പോയി പിടിച്ചെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പോയി പളിക്കാൻ അതിന് കിട്ടി. കാരണം അതിന് മുറിവ് പറ്റിയിരുന്നു, അതിനെ പൂച്ച കടിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോയി. അപ്പോൾ ഒരു പൊന്തയിൽ പോയി ഒളിച്ചിരുന്ന് അതിനെ പോയി പിടിച്ച് കൊണ്ടുവന്ന്. പക്ഷേ ഇതിനെ പിടിക്കുന്നതൊക്കെ ഇല്ലീഗലാണ്, ഇതിനെ പിടിക്കാൻ പാടില്ല, നിയമവിരുദ്ധമാണ്. പിടിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇതിനൊക്കെ പിടിച്ച് തിന്നുന്ന ആളുകളൊക്കെ ഉണ്ട്. കാരണം ഈ കുടുക്കിട്ട് പിടിക്കുന്നുണ്ട്, തിന്നുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഈ നാട്ടിൽ നമ്മളെ ഈ കാട് പ്രദേശമൊക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഉള്ള പ്രദേശങ്ങളിലെ ആളുകളാണ്. നമ്മൾ ഇങ്ങനത്തെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല. നമ്മളിവിടെ മയിൽ വന്ന് ഭക്ഷണം കഴിച്ച് പോകും, പന്നി വരെ വരും. അപ്പോൾ ഒക്കെ അടുത്തേക്ക് വരും. നമ്മളിവിടെ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മൾ കാട്ടിൽ തന്നെയല്ലേ അത് കാരണം. അപ്പോൾ ഞാനതിനെ പിടിച്ചു കൊടുന്ന് അതിനെ നല്ല മുറിവുണ്ട്, തലയിലും വയറിലൊക്കെ മുതുകത്തൊക്കെ നല്ല മുറിവുണ്ട്, വയറിലുണ്ട്. അപ്പം ഞാനതിനെ കിടന്ന് അതിന് നേരെ ചൂടുവെള്ളത്തിൽ പഞ്ഞിയൊക്കെ മുക്കി കഴിക്കാൻ കൊടുത്തു നോക്കി. അപ്പോൾ കുറച്ച് വറ്റൊക്കെ അത് കഴിച്ചു. അതുപോലെ ചോറൊക്കെ ഉണ്ടു. തിരി കണ്ടോ, മുറി കണ്ടോ, അത്രയും ഒരു കഷ്ണം അങ്ങനെ എടുത്ത് കടിച്ച് പറിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ തീരെ വയ്യാണ്ടാണ് നടക്കുന്നതൊക്കെ. അപ്പം അതിനെ പിടിച്ച് നല്ല ബെറ്റാഡിനാണ് വെച്ചു കൊടുത്തത്. അപ്പോൾ ബെറ്റാഡിൻ വെച്ചു കൊടുത്ത് പിന്നെ ഒരു ദിവസം അതിനവിടെ വെച്ചു. പിന്നെ ഒരു ഇരുട്ട് റൂമിൽ വെച്ച് കൊടുത്ത്, അവർക്ക് ഇരുട്ടാണല്ലോ വേണ്ടത്. അതിനുശേഷം പിന്നെ ഒന്ന് ഉഷാറായപ്പോൾ വിട്ടു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയുള്ള ജീവികൾ വരികയാണെങ്കിൽ നിങ്ങൾ അതിനെ സേവ് ചെയ്തിട്ട് അതിനെ അതിൻ്റെ പാട്ടിന് ജീവിക്കാൻ സമ്മതിക്കുക.